ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞിനെ തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കുട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ കുട്ടിയുടെ ആരോഗ്യനില നേരത്തെ തന്നെ ഗുരുതരമായ നിലയിലായിരുന്നു. എന്താണ് ഇപ്പോഴതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ? മനീഷ്, കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് സംസ്ഥാന സർക്കാർ ഈ കുഞ്ഞിൻ്റെ ചികിത്സ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും സൗജന്യമായി ഏറ്റെടുത്തത്. പക്ഷേ 2 ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ഞിനെ വീട്ടിൽ നിന്നും ശ്വാസകോശത്തിൽ അണുബാധയുമായിട്ടാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഈ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത് വൈകിയാണെന്നുള്ള ആരോപണം ആശുപത്രി അധികൃതർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ വീട്ടുകാർ ഈ കുഞ്ഞിൻ്റെ രക്ഷിതാക്കളെ അറിയിക്കുന്നത് സൗജന്യ ചികിത്സ സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും വേണ്ട തരത്തിലുള്ള പരിചരണം കുഞ്ഞിന് ലഭിച്ചില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരമായി. കുഞ്ഞിനെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു കുഞ്ഞുണ്ടായിരുന്നത്. പിന്നീട് വിദഗ്ധ സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഇന്നലെ രാവിലെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി കുഞ്ഞിനെ പരിചരിച്ചത്. പിന്നീട് കുഞ്ഞിനെ കുറച്ചുകൂടി വിദഗ്ധ ചികിത്സ വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തെ ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി മാറ്റിയത്. കുഞ്ഞിൻ്റെ നിലവിൽ ആരോഗ്യ പ്രശ്നം, ശ്വാസകോശത്തിൽ അണുബാധയുണ്ട്, ഒപ്പം തന്നെ കുഞ്ഞിന് ഹൃദയത്തിന് തകരാറുണ്ട്. മറ്റ് ആന്തരിക അവയവങ്ങളിലേക്ക് കൂടി അണുബാധ പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പരിചരണം നൽകുന്നത്. അങ്ങനെ കുഞ്ഞിന് അസാധാരണ വൈകല്യം ഉള്ളത് കൊണ്ട് തന്നെ ജന്മനാ ഉള്ള വൈകല്യം കുഞ്ഞിനുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള അണുബാധ വന്നാൽ അത് വലിയ രീതിയിൽ ആരോഗ്യത്തെ ബാധിക്കും. കഴിഞ്ഞ വർഷം നവംബർ 8-നാണ് അസാധാരണ വൈകല്യത്തോടെ ആലപ്പുഴ സക്കറിയ ബസാർ സ്വദേശിയായിട്ടുള്ള അനീഷ് സുറുമി ദമ്പതികൾക്ക് ഈ കുഞ്ഞ് ജനിച്ചത്. ഈ ആദ്യം നടത്തിയ സ്വകാര്യ ലാബുകളിലെ പരിശോധനയിൽ കുഞ്ഞിൻ്റെ അസാധാരണ ഈ രൂപം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈകല്യത്തെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും വരുത്തിയിരുന്നില്ല. അതിനെ സംബന്ധിച്ച് ഇവർ നൽകിയ പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് 4 ഡോക്ടർമാർക്കെതിരെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ സർക്കാർ ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റുകളായിട്ടുള്ള 2 ഡോക്ടർമാർ ഉൾപ്പെടെ ലാബിലെ 2 റേഡിയോളജിസ്റ്റ് ഉൾപ്പെടെ 4 ഡോക്ടർമാർക്കെതിരെ നടപടി പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ ആരോഗ്യ വകുപ്പ് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി ഡോക്ടർമാർക്ക് താക്കീത് മാത്രമാണ് നൽകിയത് എന്നുള്ള വലിയ ആക്ഷേപം നിലവിൽ ഈ കുടുംബം ഉയർത്തുന്നുണ്ട്. എന്താണെങ്കിലും കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. നിലവിൽ ഇനി ഉള്ള ചികിത്സ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരിക്കും. ശരി, ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച സംഭവം, അതിലിപ്പോൾ വിദഗ്ധ ചികിത്സ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്.